നമ്മൾ ഇത്രയും അധികം പേര് ഒരുമിച്ച് വരുന്ന ഒരു പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ പറയാ, ഞങ്ങളൊരു ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോസ്റ്റർ സംഭവ സ്ഥലത്ത് നിന്നും. അങ്ങനെ ഒരു സിനിമ ഞങ്ങളിത് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി നിങ്ങളും ഒപ്പം തന്നെ പ്രേക്ഷകരൊക്കെയാണ് ഞങ്ങളുടെ ബാക്കി ഇതിലെ വിധി നിർണ്ണയിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ആക്ടേഴ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ്. ആദ്യം ടെക്നീഷ്യനായിട്ട് നിൽക്കുന്ന എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിൻഡോ ഡേവിഡ്. ഞാനാണ് എൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. എഡിറ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേരുകൾ ഇപ്പോൾ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ എല്ലാവർക്കും സമയപരിധിന് മൂലം നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിലാദ്യം നമ്മുടെ നായകൻ അങ്ങനെ രണ്ടുപേരാണ് ഇരിക്കുന്നത്. സിൻസിയർ നായക സ്ഥാനത്ത് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഡയാന ഹമീദ്, നിങ്ങളെല്ലാവരും അറിയുന്നതായിരിക്കും. നായിക ക്രിസ് വേണുഗോപാൽ, നിങ്ങൾ പല സ്ഥലങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സിനിമയിൽ വലിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ്. അതിനടുത്തിരിക്കുന്നത് അഖിലേഷ് തയ്യൂര്. ആള് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോമഡി അങ്ങനെയുള്ള കോമഡി പ്രോഗ്രാമുകളിലൂടെയും എല്ലാം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാളാണ്. ഒപ്പം തന്നെ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്ന പ്രമോദ് പടിയത്ത്. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഒരുപാട് സിനിമകൾ മനസ്സിനക്കരെ അതാണ് തോന്നുന്നു ആളുടെ ഫസ്റ്റ് സിനിമ. അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയിലാണ് ആളുടെ തുടക്കം. അങ്ങനെ അവിടെ ഞങ്ങൾ ഒരുപാട് പടങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതിലൊരു മുഴുവനുള്ള ക്യാരക്ടർ ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പുറത്തിരിക്കുന്നതാണ് ജോയി കാഞ്ഞിരത്തിങ്കൽ ജോസ് എന്ന് പറയും. നമ്മുടെ പ്രൊഡ്യൂസർമാർ 4 പേരാണ്. ഇന്ത്യ സ്നേഹ പ്രൊഡക്ഷൻസ് എന്നാണ് നമ്മുടെ ബാനറിന്റെ പേര്. അതിൽ 4 പേരിൽ ഒരാളാണ് ജോയി കാഞ്ഞിരത്തിങ്കൽ ജോസ്. രണ്ടാമത്തെ ആളാണ് ജോമോൻ ജോസ്. 2 പേരും കൂടി ഉണ്ട്. ബിജോ തോമസ് തട്ടിലും അതുപോലെ പീറ്റർ വർഗീസ് 2 പേരുണ്ട്. അവർ കാനഡയിലാണ്. 4 പേര് കാനഡയിൽ തന്നെയാണ്. ഇപ്പോൾ ഇവര് നമ്മുടെ സിനിമയിലെ റിലീസിനുമായിട്ട് നാട്ടിലെത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ ബാക്കി തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഞാൻ എൻ്റെ ലെറ്റർ പറഞ്ഞെന്ന് മാത്രം. സിൻസിയർ കുറച്ച് 2 വാക്ക് സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് സിൻസിയർ. ഫോർട്ട് കൊച്ചി സ്വദേശിയാണ്. ഇത് എൻ്റെ 4ാമത്തെ മൂവിയാണ്. ഞാൻ സോളോ ലീഡ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിം. ഒരുപാട് സന്തോഷമുണ്ട്. ഹലോ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഇത്രയും പേര് അപ്പൊ ഒന്നുകൂടി പറയും. എൻ്റെ പേര് സിൻസിയർ. ഞാൻ ഫോർട്ട് കൊച്ചി സ്വദേശിയാണ്. ഇതെൻ്റെ 4ാമത്തെ മൂവിയാണ്. ഞാൻ സോളോ ലീഡ് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിം. സോ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇവിടെ എത്തിച്ചേർന്നതിൽ. ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂവി ഏറ്റവും അധികം അടുത്ത ദിവസത്തിൽ തന്നെ തിയേറ്ററിലെത്തും. നമ്മളിപ്പോൾ നോക്കുന്നത് അറൗണ്ട് 30th തിയേറ്റർ റിലീസ് എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. സോ എല്ലാവരുടെ ഒരു സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ലേറ്റായി വന്നതിൽ ഐ എം റിയലി സോറി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ പക്ഷെ എല്ലാവരും വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഇത്രയധികം ആൾക്കാർ വന്നതല്ലേ, ഇത്രയധികം ചാനൽസ് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ശരിക്കും വിളിച്ചു പറഞ്ഞു എന്നോട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, പെട്ടെന്ന് വായോ. അപ്പോൾ പിന്നെ സംഭവ സ്ഥലത്ത് നിന്നും ഇതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പ്രോമിനൻറ്റ് ഫീമെയിൽ വേഷം ചെയ്യുന്നത് ഞാനല്ല. എൻ്റെ കഥാപാത്രമാണ്. അത് ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ക്യാരക്ടറിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് 2 വാക്ക് പറയാം. അതായത് ഒരു തമിഴ് കുടുംബ പശ്ചാത്തലമുള്ള എന്നാൽ കേരളത്തിൽ വന്ന് ജീവിക്കുന്ന വളരെ ബോൾഡ് ഇൻ ദ സെൻസ് വളരെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കഥാപാത്രമാണ്. ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നല്ല കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ചിത്രം സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രം നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടും. നമ്മളെ പോലെ തന്നെ മീഡിയ മേഖലയിൽ, മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ. അതിലൊന്ന് സിൻസിയറാണ് അവതരിപ്പിക്കുന്ന അല്ലേ കഥാപാത്രം. പിന്നെ പ്രമോദേട്ടനുണ്ട്. അപ്പോൾ ഇവരുടെ
കരിയറിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയുടെ വഴികളിൽ ഇവർ കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ്. ചെറിയൊരു ത്രില്ലിംഗ് മൂഡ് അല്ലെ, ഒരു ചെറിയൊരു ത്രില്ലറാണ് എന്ന് പറയാം. മറ്റു ത്രില്ലർ മാത്രമല്ല, എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ചിത്രമായിരിക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് തൃശ്ശൂരായിരുന്നു ഷൂട്ട്. തൃശ്ശൂർ വന്ന ഇവരുടെ കൂടെ ഏകദേശം 3-4 ദിവസം നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഒരു ബഹളവും ഇല്ലാണ്ട് വളരെ സമാധാനത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ വർക്ക് ചെയ്ത് പിരിഞ്ഞ ഒരു സിനിമയാണിത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, സിന്ധു ഇവരുടേതായ രീതിയിൽ എല്ലാവരും കലാകാരന്മാരുടെ, പ്രത്യേകിച്ച് അഖിലേഷ് ചേട്ടനൊക്കെ നമുക്കറിയാം എഴുത്തുണ്ട്, നന്നായിട്ട് പാടും, മിമിക്രി ഉണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നിങ്ങളെല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളിലൂടെയാണ് നമ്മുടെ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചാനലിലൂടെ നല്ല റീച്ചോട് കൂടി ചിത്രം പല വ്യൂവേഴ്സിലും എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അത്രയൊക്കെയാണ് എനിക്ക് നമ്മുടെ ചിത്രത്തെക്കുറിച്ചും നമ്മുടെ ക്രൂവിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത് അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ കമ്മിങ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഒരുപാട് ഫാമിലിയർ ഫേസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ഒരുപാട് പരിചയമുള്ള നല്ല ഫേസസ് ഉണ്ട്. വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. നമ്മുടെ സിനിമയുടെ എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പോൾ റിലീസിനോട് അനുബന്ധിച്ച് നിൽക്കുകയാണ്. എൻ്റെ പേര് അഖിലേഷ് എന്നാണ്. ഈ സിനിമയുടെ 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ് ഞാൻ. സഞ്ജു അളവള്ളി ആൻഡ് അഖിലേഷ് തയ്യൂർ. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിതിലൊരു വേഷം അഭിനയിക്കുന്നുണ്ട്. ഗിരി എന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഈ സിനിമ ഒരു പ്രത്യേക ജോണറിൽ പെടുത്താൻ പറ്റിയൊരു സിനിമയല്ല. അതായത് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെന്റ്സും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു ഫാമിലി മൂവിയാണ്. നേരത്തെ ഡയാന സൂചിപ്പിച്ച പോലെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ചാനൽ പശ്ചാത്തലമുള്ള മൂവിയാണ്. ഒരുപാട് ചാനൽ മൂവികൾ നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. റൺ ബേബി റൺ തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും, കോമഡിയും ചെറിയ പ്രണയവും സെന്റിമെന്റ്സും ഒരു ത്രില്ലിംഗ് മൂഡും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങളും ഒട്ടനവധി പുതുമുഖങ്ങളും ഉണ്ട്. കുറേ പുതുമുഖങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവസരം ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല 4 പാട്ടുകൾ നമുക്കുണ്ട്. അതിലൊരു പാട്ട് മധുബാലകൃഷ്ണൻ ചിത്രാരുണും കൂടി പാടിയ പാട്ടാണ്, കുന്തിമണി എന്നുള്ള പാട്ട്. അത് ഞാൻ പാട്ട് ചെയ്തില്ല. അപ്പോൾ ആ പാട്ടില് പാടി അഭിനയിക്കാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇതില് ഡയാനയ്ക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഡയാനയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ടിന്റെ സീനിൽ. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പാട്ട് നമ്മുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായിട്ടുള്ള ജോമോൻ ചേട്ടൻ എഴുതിയ ഒരു പാട്ട് ഉണ്ട്. ആ പാട്ട് നമ്മുടെ അരവിന്ദ് നായരാണ്, നമ്മുടെ സ്റ്റാർ സിംഗറിലൂടെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അരവിന്ദ് നായരാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ വേറെ 2 പാട്ടുണ്ട്. ഒരു പാട്ട് ഒരു റാപ്പ് മൂഡുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് ഞാൻ തന്നെയാണ്. വിചാരിതമായി എഴുതിയതാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പാട്ട് ആവശ്യം വന്നപ്പോൾ അതിലൊരു റാപ്പ് മൂഡുള്ള ഒരു പാട്ട് ഞാൻ എഴുതി. അത് പാടിയിട്ടുള്ളത് പ്രമോദേട്ടനാണ്. പിന്നെ വേറൊരു പാട്ട് മണിച്ചേട്ടനെ പറ്റിയുള്ള, മലയാളികൾക്ക് ഇന്നും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് കലാഭവൻ മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടനെ പറ്റിയുള്ള ഒരു പാട്ടും കൂടിയുണ്ട്. അപ്പം അത് പാടിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് ഒരു സരീഷ് എന്ന് പറഞ്ഞ പുതുമുഖമാണ്. ഈ ചിത്രത്തിലെ കുഞ്ഞിമണി എന്ന പാട്ട് എഴുതിയിട്ടുള്ളത് സരീഷാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മുടെ സിനിമ ഭയങ്കര സമ്പന്നമാണ്. ഇനി ആ സിനിമ നിങ്ങളാണ് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം എല്ലാവരും സിനിമ കണ്ട് ഈ ഒരു ടീമിനെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് എല്ലാത്തരം സിനിമകളെയും ഏറ്റെടുക്കുന്ന ഒരു പ്രേക്ഷകർ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം തന്നെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാം.